നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിൽ മുണ്ടിനീര് പടരുന്നതായി റിപ്പോർട്ട്. പാരാമിക്സോ വൈറസ് മൂലമാണ് മുണ്ടിനീരുണ്ടാകുന്നത്. പൊതുവെ ഇത് വലിയ ആരോഗ്യ സങ്കീർണതകളിലേക്ക് നയിക്കുന്നില്ലെങ്കിലും ചില കേസുകളിൽ ഗുരുതരമായേക്കാം. കേരളത്തിൽ ഈ മാസം മാത്രം 2205 കേസുകൾ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ മുണ്ടിനീര് അതിവേഗം വ്യാപിക്കുന്നതായാണ് വ്യക്തമാകുന്നത്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ മുന്നറിയിപ്പ് നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ അറിയിച്ചു. മാർച്ച് 10 മാത്രം 190 കേസുകളുടെ വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ മാസം 2505 വൈറൽ അണുബാധ കേസുകളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ 2 മാസത്തിനുള്ളിൽ 11,467 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭൂരിഭാഗം കേസുകളും മലപ്പുറം, കാസർഗോഡ് ജില്ലയിൽ നിന്നും കേരളത്തിന്റെ മറ്റു വടക്കൻ ഭാഗങ്ങളിൽ നിന്നുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടികളെയും യുവാക്കളെയും ബാധിക്കുന്ന ഒരു വൈറൽ അണുബാധയാണ് മുണ്ടിനീര്. റുബുല വൈറസ് കുടുംബത്തിലെ ഇത് പാരാമിക്സോ വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. മുണ്ടിനീര് പ്രധാനമായും ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത്. വൈറസ് സാധാരണഗതിയിൽ പകരുന്നത് ശ്വസന തുള്ളികളിലൂടെയോ അല്ലെങ്കിൽ രോഗബാധിതമായ ഉമിനീരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ ആണ്. ഈ അണുബാധ ശ്വാസനാളത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും പിന്നീട് രക്തപ്രവാഹത്തിലൂടെ വ്യാപിക്കുകയും ചെയ്യുന്നു. ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉത്തരവാദികളായ പാരോട്ടൈഡ് ഗ്രന്ഥികളെ വൈറസ് ലക്ഷ്യമിടുന്നു. ഇത് വീക്കത്തിലേക്ക് നയിക്കുന്നു. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ മുണ്ടിനീര് ഉണ്ടാകാം. മുണ്ടിനീരിന്റെ ലക്ഷണങ്ങൾ. മുഖത്തെ വീക്കമാണ് മുണ്ടിനീരിന്റെ ഒരു പ്രധാന ലക്ഷണം. ചെവിയുടെ താഴെ കവിളിന്റെ വശങ്ങളിലാണ് വീക്കം പൊതുവെ കാണപ്പെടുന്നത്. കഴുത്തിനു പിന്നിലെ വീക്കം, പനി, നീരുള്ള ഭാഗത്തെ വേദന, തലവേദന, പേശിവേദന, ക്ഷീണം, ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, വായ തുറക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ബുദ്ധിമുട്ട്, വിശപ്പില്ലായ്മ തുടങ്ങിയവയും ഉണ്ടായേക്കാം. രോഗം ഭേദമാകുന്നതുവരെ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുകയും വേണം. ഇളം ചൂടുള്ള ഉപ്പുവെള്ളം കവിൾ കൊള്ളുന്നത് വേദനയും നീരും കുറയ്ക്കാൻ സഹായിച്ചേക്കാം. പ്രതിരോധ നടപടികൾ. നിർജ്ജലീകരണം തടയുന്നതിന് ധാരാളം വെള്ളം കുടിക്കുക. ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ലഘൂകരിക്കാൻ മൃദുവായ ഭക്ഷണം കഴിക്കുക. വീക്കം ലഘൂകരിക്കാൻ പാരോട്ടൈഡ് ഗ്രന്ഥികളിൽ തണുത്ത കംപ്രസ്സുകൾ ഉപയോഗിക്കുന്നു. വേദന നിയന്ത്രിക്കാനും വീക്കം കുറയ്ക്കാനും നോൺ സ്റ്റിറോയിഡൽ വിരുദ്ധ മരുന്നുകൾ കഴിക്കാം. വളരെ സങ്കീർണവും കഠിനവുമായ കേസുകളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കാം. ചികിത്സ. നിലവിൽ മുണ്ടിനീരിന് പ്രത്യേക ചികിത്സയില്ല. ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുക, ദഹിക്കാൻ എളുപ്പമുള്ള മൃദുവായ ഭക്ഷണങ്ങൾ കഴിക്കുക, ഉപ്പുവെള്ളം വായിക്കൊള്ളുകയുമൊക്കെ ചെയ്താൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നും ചെറിയ മോചനം ലഭിക്കും. വൈറസ് ബാധിച്ച ഗർഭിണികൾ ഡോക്ടറെ സമീപിക്കണം.